ഗാസയിലെ നിസ്സഹായരായ പലസ്തീൻ ജനതയ്ക്കുള്ള ഒമാന്റെ സഹായഹസ്തം ഇപ്പോഴും തുടരുകയാണ്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അവശ്യ വസ്തുക്കൾ എത്തിച്ചു. കഴിഞ്ഞ ദിവസം റാഫ അതിർത്തി വഴിയാണ് അവശ്യ സാധനങ്ങൾ അയച്ചത്. പലസ്തീനിലേക്കുള്ള ഒമാന്റെ സഹായം തുടരുകയാണെന്നും ഈജിപ്തിലെ അൽ അരീഷ് വിമാനത്താവളത്തിലേക്ക് 5 വിമാനങ്ങൾ അടങ്ങുന്ന ഒരു എയർ ബ്രിഡ്ജ് പ്രവർത്തിക്കുന്നുണ്ടെന്നും റാഫ അതിർത്തി കടന്ന സാധനങ്ങൾ ഗാസ മുനമ്പിലെ പലസ്തീൻ ജനതയ്ക്ക് കൈമാറിയെന്നും OCO പ്രസ്താവനയിലൂടെ അറിയിച്ചു. കഴിഞ്ഞ നവംബറിൽ 100 ടൺ ഭക്ഷ്യവസ്തുക്കൾ 5 വിമാനങ്ങൾ വഴി ഗാസയിലേക്ക് ഒമാൻ കയറ്റി അയച്ചിരുന്നു. സലാം എയറിന്റെ കാർഗോ വിമാനങ്ങളിലായിരുന്നു ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത്. എയർ ബ്രിഡ്ജിലൂടെ എത്തിച്ച സാധനങ്ങൾ റാഫ ക്രോസിംഗ് വഴി പലസ്തീൻ റെഡ് ക്രോസന്റിന് കൈമാറുകയും ആയിരുന്നു. പലസ്തീനിലെ ജനങ്ങളെ സഹായിക്കാൻ ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നേരത്തെ തന്നെ സംവിധാനം ഒരുക്കിയിരുന്നു. ഇതിനകം നിരവധി ആളുകളും സ്ഥാപനങ്ങളുമാണ് OCO വഴി ധനസഹായം കൈമാറിയത്. സംഭാവനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വിവിധ മാർഗങ്ങളാണ് OCO സജ്ജീകരിച്ചിരിക്കുന്നത്. ONCIC ഓട്ടോമേറ്റഡ് പേയ്മെന്റ് മെഷീനുകൾ വഴിയോ ബാങ്ക് അക്കൗണ്ടിലൂടെയോ ഒമാൻ അറബ് ബാങ്ക് അക്കൗണ്ട് വഴിയോ സംഭാവന കൈമാറാവുന്നതാണ്. പൊതുജനങ്ങൾക്ക് ഫോണിൽ നിന്ന് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചും സംഭാവനയിൽ പങ്കാളികളാവാം. ഒമാൻ ടെൽ ഉപയോക്താക്കൾക്ക് 900022 എന്ന നമ്പറിലേക്ക് ടൈപ്പ് ചെയ്തും ഉരുദോയിൽ നിന്ന് ടൈപ്പ് ചെയ്തും സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇതിനിടെ തെക്കൻ ഗാസയിലെ റാഫ നഗരത്തിൽ ഏത് നിമിഷവും ഇസ്രയേലിന്റെ കരയാക്രമണം ഉണ്ടായേക്കുമെന്നതാണ് ഭീതി. റാഫയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കാൻ സൈന്യത്തിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റാഫയിലെ ജനങ്ങൾക്ക് സുരക്ഷിത പാതയൊരുക്കുമെന്ന് നെതന്യാഹു ഉറപ്പു നൽകിയതാണ്. എന്നാൽ ഈജിപ്ഷ്യൻ അതിർത്തിയിലെ റാഫയിൽ തിങ്ങി പാർക്കുന്ന 14 ലക്ഷത്തോളം ജനങ്ങളെ എവിടേക്ക് മാറ്റുമെന്നതിൽ വ്യക്തതയുമില്ല. റാഫയെ ആക്രമിക്കുന്നത് കടുത്ത മാനുഷിക ദുരന്തത്തിലേക്ക് വഴിവെക്കുമെന്ന് സൗദി അറേബ്യ, ഖത്തർ, US, യൂറോപ്യൻ യൂണിയൻ, UN അടങ്ങിയവർ ആശങ്ക രേഖപ്പെടുത്തി. റാഫയിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയാൽ ബന്ദിമോചന ചർച്ചകൾ അവസാനിപ്പിക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി. ഹമാസ് ബന്ദികളാക്കിയ 105ഓളം ഇസ്രായേൽ പൗരന്മാരാണ് നിലവിൽ ഗാസയിൽ ജീവനോടെ ഉള്ളത്. അതേസമയം പലസ്തീനിയൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള UN ഏജൻസിയുടെ ഗാസ സിറ്റിയിലുള്ള ആസ്ഥാന കെട്ടിടത്തിന് താഴെ ഹമാസ് ഭീകരരുടെ ടണൽ കണ്ടെത്തിയെന്ന് ഇസ്രയേലും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒക്ടോബർ 12 മുതൽ ഇവിടം തങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ ഏജൻസി സ്വതന്ത്ര അന്വേഷണത്തിന് ആഹ്വാനം ചെയ്തു. ഏജൻസിയിലെ ഏതാനും ജീവനക്കാർക്ക് ഒക്ടോബർ 7 ഇസ്രയേലിലുണ്ടായ ഹമാസ് ഭീകരാക്രമണവുമായി ബന്ധപ്പെടുന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നതാണ്. ഇതോടെ US അടക്കം പാശ്ചാത്യ രാജ്യങ്ങൾ ഏജൻസിക്കുള്ള ധനസഹായം താൽക്കാലികമായി നിർത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഹമാസിനോടുള്ള ഇസ്രയേലിന്റെ സൈനിക പ്രതികരണത്തെക്കുറിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ പരാമർശിച്ചതിന് ശേഷം അദ്ദേഹവുമായി താൻ സംസാരിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇസ്രയേലിന്റെ പ്രതികരണം കടന്നുപോയോ എന്നായിരുന്നു ബൈഡന്റെ അഭിപ്രായം. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രയേലിനോടുള്ള പ്രസിഡന്റ് ബൈഡന്റെ പിന്തുണയെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ABCയുടെ ദീസ് വീക്ക് പ്രോഗ്രാമിൽ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ US പ്രസിഡന്റിന്റെ അഭിപ്രായങ്ങളെ പരാമർശിച്ച നെതന്യാഹു പറഞ്ഞു, റാഫയിൽ ഇസ്രയേലിന്റെ ആസൂത്രിത സൈനിക ഓപ്പറേഷൻ മാനുഷിക ദുരന്തത്തിന് കാരണമാകുമെന്ന് സൗദി അറേബ്യയും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.